മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട മൂന്നാമത്തെ കാര്യം ഭക്ഷണത്തിന്റെ മര്യാദ ചെറുപ്പത്തിലെ കൂടെ ഇരുത്തി പഠിപ്പിക്കണം. ഇമാം റഹ്മത്തുള്ളാഹി തുടരുകയാണ്. ബിസ്മില്ലാ, രണ്ട് കൈയും കഴുകിയോ? ഇല്ലല്ലോ, ഇല്ല, കഴുകില്ല. ഒരു കൈ മതി. കഴുകൽ സുന്നത്തല്ല. രണ്ട് കൈയും ഭക്ഷണത്തിന് മുമ്പ് കഴുകിയാൽ അയാൾക്ക് വലിയ വർക്കത്തുണ്ടാവും, ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നല്ലേ. രണ്ടേയും കഴുകണം മോനെ. ചില ആൾക്കാർ കല്യാണം സദ്യയിലൊക്കെ പങ്കെടുത്തിട്ട് ബിരിയാണി തിന്നതിന് ശേഷം ചോദിക്കുന്നതാണ് വാഷ് ബേസ് ഇടയില്ലേ. അപ്പൊ തുടക്കത്തിൽ കഴുകിയില്ലേ? ഇല്ലടാ, തുടക്കത്തിൽ കഴുകിയില്ലേ? അപ്പൊ ഒരു ഉടായ്പ നയം പറയും, കഴുകിയ ഉസ്താദ്. അപ്പൊ അവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ പറ്റുന്ന വെള്ളം കൊണ്ട് കൈ കഴുകിയാലേ കൈ കഴുകിയ സുന്നത്തിട്ടു. കരിങ്ങാലി വെള്ളം, ജീരക വെള്ളം കൊണ്ട് കഴുകിയാലും കൈ കഴുകിയ സുന്നത്താവും. കൈ കഴുകിയോ മോനെ? ഇല്ല, ഉപ്പ കാത്തിരിക്കാം. മോനൊന്ന് വേഗം കൈ കഴുകി. 2 ദിവസം ഈ പഠിപ്പിച്ചാൽ മതി ഈ കാര്യം. മോനെ 65 കൊല്ലം ജീവിക്കുന്ന കാലത്ത് അത് ചെയ്യും. ചെറുപ്പത്തിലെ പഠിപ്പിച്ചു കൊടുത്താൽ ചെറുപ്പത്തിലെ ശീലം വലിയ കാലം വരെ അങ്ങനെ തുടർന്ന് പോകും. അടുത്തുനിന്ന് തിന്നാൻ പഠിപ്പിക്കണം. അടുത്തുനിന്ന് എവിടെ പ്ലേറ്റിലായി അടുത്തുനിന്ന് മോൻ തിന്നു. മോനെ എന്താ മോനെ ഒരു വൃത്തി വേണ്ടേ? പേന കുപ്പായത്തിൽ ആ കുട്ടീനെ പഠിപ്പിച്ചു കൊടുക്കണം ചെറുപ്പത്തിലെ. സ്പീഡിൽ തിന്നുന്നത് നിർത്തിക്കണം. ഓവർ തിന്നുന്ന കുട്ടികളെ നിരുത്സാഹപ്പെടുത്തണം. കേട്ടാ എന്റെ മോനെ, കേട്ടാ 5 ചപ്പാത്തി ഭാവിയിൽ റപ്പായോ. ഓവർ തിന്നുന്നതിനെ നിരുത്സാഹപ്പെടുത്തണം.